ബന്ധു നിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ രാജിവെച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്നും രാജിവെക്കാൻ തയ്യാറാണെന്നും ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റിനെ അറിയിച്ചതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ ഉയർത്താനാണ് രാജിയെന്ന് കോടിയേരി പറഞ്ഞു. ജയരാജനും പി കെ ശ്രീമതിക്കുമെതിരായ പാർട്ടി നടപടി അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. 3 മണിക്കൂർ നീണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമന വിവാദങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. തെറ്റ് തുറന്നു സമ്മതിച്ച ഇ പി ജയരാജൻ രാജിക്ക് അനുമതി ആവശ്യപ്പെടുകയായിരുന്നു. തൻ്റെ അടുത്ത ഒരു ബന്ധുവിനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയി നിശ്ചയിച്ച നടപടി തനിക്ക് സംഭവിച്ചൊരു തെറ്റാണ് എന്ന് ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ മറ്റു പാർട്ടികളിൽ നിന്നും മുൻകാല ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമാണ് LDF സർക്കാർ എന്ന് തെളിയിക്കാൻ പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിന് പാർട്ടി സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ്. വ്യവസായ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. വിജിലൻസ് അന്വേഷണം സ്വതന്ത്രമായിരിക്കും. മുൻകാല സർക്കാരുകളിൽ നിന്നും വ്യത്യസ്ത സമീപനമാണ് LDFൻ്റെതെന്നും കോടിയേരി വ്യക്തമാക്കി. ഇത് മുൻകാലത്ത് UDF അധികാരത്തിലിരുന്ന കാലത്ത് 8 മന്ത്രിമാർക്കെതിരെ ഇവിടെ വിജിലൻസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. FIR തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് UDF സ്വീകരിച്ച സമീപനം, അതിലൊരു മന്ത്രി പോലും രാജിവെക്കുന്ന സമീപനമല്ല UDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. കോടതി പരാമർശത്തെ തുടർന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന ബാബു രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടും ആ രാജിക്കത്ത് സ്വീകരിക്കാതെ കോടതിയിൽ അപ്പീൽ പോയി മന്ത്രിസ്ഥാനത്ത് തുടരാൻ കെ ബാബുവിന് അവസരമുണ്ടായി കൊടുക്കുകയാണ് അന്ന് ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്. സംഘടനാപരമായ കാര്യങ്ങൾ അതത് ഘടകങ്ങൾ പരിശോധിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ സുതാര്യമാക്കാൻ സംവിധാനം ഒരുക്കണമെന്നും സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇ പി ജയരാജന്റെ രാജിക്കത്ത് ലഭിച്ചതായി മുഖ്യമന്ത്രി ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വ്യവസായ മന്ത്രിയുടെ രാജിക്കത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഗവർണർക്ക് അത് ഫോർവേഡ് ചെയ്യും. ഗവർണറുടെ സൗകര്യം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ കൊണ്ടുപോകും. ഇപ്പോൾ VS അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. ഇവിടെ നിന്നിട്ട് കൂട്ടിപ്പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താ അത് എതിർക്കാൻ കഴിയാത്തത്? സ്വന്തമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ കഴിയാത്തത്? അത് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് അലക്കുന്നതിൻ്റെ കാര്യം എന്ത്? ശരി, അതൊക്കെ നിർത്ത്. ശരി, അപ്പോൾ നമുക്ക് പിരിയാം. ഇ പി ജയരാജന്റെ രാജി പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയല്ലെന്ന് സീതാറാം യെച്ചൂരി. തെറ്റ് തിരുത്തുന്നത് പക്വമായ നടപടിയാണെന്നും യെച്ചൂരി. BJPയെയോ കോൺഗ്രസിനെയോ പോലെ അല്ല CPM എന്നും യെച്ചൂരി പറഞ്ഞു. Correcting mistakes is never a setback. In fact, that shows the maturity and that shows a different character. And unlike the earlier governments in Kerala or the other parties which have governments in India at the central level, we are a party that correct. In case there is a mistake, the correction is done. Unlike what you have seen either with the BJP government or with the earlier UDF government in Kerala. ക്രമരഹിതമായ ഒരു നടപടിയും അംഗീകരിക്കില്ലെന്ന് SRP. ആ സന്ദേശമാണ് CPM നൽകിയത് എന്നും SRP പറഞ്ഞു. ഇപ്പോൾ കുറേ നടപടികൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് തുടങ്ങിക്കഴിഞ്ഞു. എന്ത് വേണം എന്നുള്ളത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ജയരാജൻ രാജിവെച്ചതെന്ന് കാനം രാജേന്ദ്രൻ. രാജി ആവശ്യപ്പെടാൻ UDFന് അർഹതയില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെയും മര്യാദയുടെയും അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ജയരാജൻ തീരുമാനിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചില പ്രതികരണങ്ങൾ കണ്ടു.
അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 5 വർഷക്കാലം മുമ്പ് ഇവിടെ ധാരാളം വിജിലൻസ് കേസുകളും വിജിലൻസ് പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ഒരു മന്ത്രിയെങ്കിലും രാജിവെക്കാൻ സീസറുടെ ഭാര്യ വേണ്ടി വന്നു എന്നുള്ളതാണ്, ഹൈക്കോടതി പരാമർശനം വേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ പാരമ്പര്യം. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും പറയാൻ UDF ഒരു അവകാശമില്ല. എന്നാൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞു. ബന്ധുനിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി EP ജയരാജൻ രാജിവെച്ചതിലൂടെ അഴിമതിക്കെതിരായ CPIM-ന്റെയും പിണറായി മന്ത്രിസഭയുടെയും ഉറച്ച നിലപാടാണ് വെളിവാക്കപ്പെടുന്നത്. കുറ്റം ചെയ്തത് ഏത് പ്രബലനായാലും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് മന്ത്രിസഭയിലെ രണ്ടാമനായ EP ജയരാജന്റെ രാജി നൽകുന്ന സന്ദേശം. EP ജയരാജന്റെ ഭാര്യ സഹോദരിയായ PK ശ്രീമതി MP-യുടെ മകൻ PK സുധീറിനെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടറാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ജയരാജന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യ ദീപ്തി നിഷാദിനെ കണ്ണൂർ ക്ലേ ആൻഡ് സിറാമിക്സിൽ ജനറൽ മാനേജർ സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. ഈ നിയമനങ്ങൾ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെ സുധീറിന്റെ നിയമനം റദ്ദാക്കി. ദീപ്തി നിഷാദ് കഴിഞ്ഞ ദിവസം രാജിവെക്കുകയും ചെയ്തു. എന്നാൽ ഈ നടപടികൾ കൊണ്ടുമാത്രം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് നേരിട്ട നഷ്ടം നികത്താനാകില്ലെന്ന നിഗമനത്തിലായിരുന്നു പാർട്ടിയും സർക്കാരും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് വ്യവസായ വകുപ്പിലെ മുഴുവൻ നിയമനങ്ങളുടെയും വിവരങ്ങൾ കൈമാറാൻ ജയരാജനുമായുള്ള ചർച്ചയിൽ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ഘടകകക്ഷി മന്ത്രിമാർ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ജയരാജന്റെ നടപടി അഴിമതി നിരോധന നിയമപ്രകാരം ചോദ്യം ചെയ്യപ്പെടാവുന്നതാണെന്ന നിലപാട് വിജിലൻസ് ഡയറക്ടർ മുന്നോട്ടുവെക്കുകയും ചെയ്തു. കോടതിയുടെ മുന്നിലും വിഷയമെത്തി. ഈ സാഹചര്യത്തിലാണ് പാർട്ടിക്കും സർക്കാരിനും താൻ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് ജയരാജൻ അറിയിച്ചത്. EP ജയരാജന്റെ രാജിയിലൂടെ പിണറായി മന്ത്രിസഭയും CPIM-ഉം അഴിമതിക്കെതിരായ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും നിലപാട് ഒന്നുതന്നെയെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായി മന്ത്രിസഭ. നേരത്തെ K ബാബുവിനും KM മാണിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു CPIM. ഇന്ന് അതേ പാർട്ടിയുടെ സർക്കാരിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ വ്യക്തിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലൂടെ പിണറായി സർക്കാർ അഴിമതിക്കെതിരെ വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്. മന്ത്രിസഭയിലെ മുഴുവൻ അഴിമതിക്കാരെയും സംരക്ഷിച്ച ഉമ്മൻചാണ്ടിയിൽ നിന്നും ഏറെ ദൂരമുണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലേക്ക്. ഒരു നല്ല സർക്കാരിന് മേൽ കരിനിഴൽ വീഴ്ത്തിയേക്കാവുന്ന അനഭിലഷണീയ പ്രവണതകളെ തുടക്കത്തിലേ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. 5 വർഷം മുൻപ് കേരളത്തിലൊരു സർക്കാരുണ്ടായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ആ സർക്കാരിനെക്കുറിച്ച് കേട്ടത് വൻ അഴിമതി കഥകൾ. അധികാരത്തിന്റെ സോപാനത്തിലിരുന്ന് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് ജനമനസ്സിൽ നിന്നും മാഞ്ഞുപോകുന്നതല്ല. UDF സർക്കാരിന്റെ കാലത്ത് നിരവധി ആരോപണങ്ങളാണ് ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്കും നേരെ ഉയർന്നത്. മന്ത്രിസഭയെ ആദ്യം പിടിച്ചുലച്ചത് പാമോയിൽ അഴിമതി. വിജിലൻസ് കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഉമ്മൻചാണ്ടി കുലുങ്ങിയില്ല. മാത്രവുമല്ല, വിജിലൻസ് ജഡ്ജിയെ കിങ്കരന്മാരെക്കൊണ്ട് കണക്കറ്റ് ആക്ഷേപിക്കുകയും ചെയ്തു. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്ന് വ്യക്തമായിട്ടും അന്വേഷണം വന്നിട്ടും രാജിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. സോളാർ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഗുരുതരമായ ആരോപണത്തിന് വിധേയനായി. സോളാർ കേസിൽ ലൈംഗികാരോപണങ്ങൾ വരെ മന്ത്രിമാർ നേരിട്ടു. ബാർ ഉടമകളിൽ നിന്ന് ധനമന്ത്രിയായിരുന്ന KM മാണി കോഴ വാങ്ങിയെന്ന് പീപ്പിൾ ചാനലിലെ ചർച്ചയിൽ ഡോക്ടർ ബിജു രമേശ് ആരോപണമുന്നയിച്ചു. അതിനു പിന്നാലെ മന്ത്രിമാരായിരുന്ന K ബാബുവിനും അടൂർ പ്രകാശിനും VS ശിവകുമാറിനുമെതിരെയും ആരോപണമുയർന്നു. എന്നാൽ അഴിമതി ആരോപണം ഉയർന്നതിന്റെ പേരിൽ മന്ത്രിമാർ രാജിവെക്കേണ്ടെന്നായിരുന്നു UDF-ന്റെയും കോൺഗ്രസിന്റെയും ഉമ്മൻചാണ്ടിയുടെയും നിലപാട്. KM മാണിക്കെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്യുകയും കോടതി പരാമർശമുണ്ടാകുകയും ചെയ്തപ്പോൾ മാത്രമാണ് രാജിയെന്ന ആവശ്യത്തെ അല്പമെങ്കിലും അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായത്. ഇടതു പാർട്ടികളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും പോരാട്ടത്തിന്റെ ഫലമായാണ് ഉമ്മൻചാണ്ടി അയഞ്ഞത്. ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് കസേരയിൽ നിന്നിറങ്ങാൻ KM മാണി തയ്യാറായത്. K ബാബുവിനെതിരെ തൃശൂർ വിജിലൻസ് കോടതി FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടപ്പോൾ അതിനേക്കാൾ വലിയ രാഷ്ട്രീയ നാടകത്തിലൂടെയാണ് UDF-ഉം കോൺഗ്രസ് നേതാക്കളും കേരളത്തിന്റെ കണ്ണിൽ പൊടിയിട്ടത്. K ബാബു രാജിവെക്കുന്നതായി എറണാകുളം പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് പറയുകയും രാജിക്കത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കൈമാറുകയും ചെയ്തു.
എന്നാൽ ഇത് ഗവർണർക്ക് കൈമാറാതെ ഉമ്മൻചാണ്ടി ദിവസങ്ങളോളം കൊണ്ടുനടന്നു. വിജിലൻസ് കോടതി നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുന്നതുവരെ ഈ കത്തും പോക്കറ്റിലിട്ട് നടക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. രാജി സ്വീകരിക്കാതെ ബാബുവിനെ മന്ത്രിയായി തുടരാൻ അനുവദിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രബുദ്ധ മനസ്സിനെ ഉമ്മൻചാണ്ടി കുരങ്ങുകളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിക്കുള്ള ശക്തമായ മറുപടിയാണ് ഇ.പി. ജയരാജന്റെ രാജിയിലൂടെ പിണറായി വിജയൻ നൽകിയത്. അഴിമതിയോടും സ്വജനപക്ഷപാതത്തോടും മുഖം നോക്കാതെ നടപടിയെന്ന് തുടക്കത്തിൽ തന്നെ തുറന്നു പ്രഖ്യാപിച്ച പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയിലെ ഒരംഗത്തിന് നേരെ ആരോപണമുയർന്നപ്പോൾ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. അതും പിണറായിക്ക് അത്രമേൽ അടുപ്പമുള്ള ഒരു സഖാവിനെതിരെ. ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് അഴിമതിരഹിത കേരളമെന്ന ഓരോ കേരളീയന്റെയും സ്വപ്നവും LDF സർക്കാരിന്റെ ലക്ഷ്യവും. അഴിമതിക്കാർക്ക് വൻ തണലൊരുക്കിയ ഉമ്മൻചാണ്ടി കാണുക പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആർജവം. പൊളിറ്റിക്കൽ ഡെസ്ക്. ഇ.പി. ജയരാജനെതിരായ ബന്ധുനിയമന വിവാദത്തിൽ 17-ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതി. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായും വിജിലൻസ് കോടതിയിൽ. FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. UDF നേതാക്കന്മാരുടെ ബന്ധുനിയമനങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ AH ഹാഫിസ് സമർപ്പിച്ച ഹർജി കോടതി ഫയൽ സ്വീകരിച്ചു. കേസിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഈ മാസം 17-നകം അറിയിക്കണമെന്ന് കോടതി വിജിലൻസിന് വാക്കാൽ നിർദ്ദേശം നൽകി. മന്ത്രി ഇ.പി. ജയരാജനെതിരായ ഹർജിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് KE ബാബു കോടതിയെ അറിയിച്ചു. 2 കേസുകളിലെയും വിജിലൻസിന്റെ റിപ്പോർട്ട് ഈ മാസം 17-ന് കോടതി വീണ്ടും പരിഗണിക്കും. ഇ.പി. ജയരാജനെതിരായ പരാതിയും UDF നേതാക്കൾക്കെതിരായ പരാതിയും വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആവും അന്വേഷിക്കുക. വിജിലൻസ് SP ജയകുമാറിനെ കൂടാതെ ഒരു DYSPയും 2 CAമാരും അന്വേഷണ സംഘത്തിലുണ്ടാവും. 42 ദിവസത്തിനകം ഇരു പരാതികളിലും പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാൻ ഈ ചെറുസംഘത്തിന് കഴിയുമോ എന്ന ആശങ്ക വിജിലൻസിനുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലപ്പെടുത്തുന്ന കാര്യം ഡയറക്ടറുടെ പരിഗണനയിലുണ്ട്. ഇ.പി. ജയരാജനെതിരായ അന്വേഷണത്തിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനൊരുങ്ങിയ UDF നേതൃത്വത്തിന്റെ മോഹത്തിന് വിലങ്ങുതടിയായി മാറുകയാണ് UDF കാലത്തെ ബന്ധുനിയമന വിവാദങ്ങൾ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും അഭിഭാഷകരുടെ അതിക്രമം. വിജിലൻസ് പ്രത്യേക കോടതി മുറിയിൽ നിന്നും 2 വനിതാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയാണ് ഒരു സംഘം അഭിഭാഷകർ ബലമായി ഇറക്കിവിട്ടത്. കൂടാതെ മീഡിയ റൂം തകർക്കുകയും കോടതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർക്കും മാധ്യമ വാഹനങ്ങൾക്കും നേരെ കല്ലേറും ഉണ്ടായി. അഴിമതിക്കെതിരെ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3-ാം മുറ പോലെ ഇല്ലാതാകേണ്ട ഒന്നാണ് അഴിമതിയെന്ന് മുഖ്യമന്ത്രി. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ വച്ചുപൊറുപ്പിക്കില്ലെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം SAP ക്യാമ്പിൽ പുതുതായി പരിശീലനം പൂർത്തിയാക്കിയ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് പരിശീലനം പൂർത്തിയാക്കിയ കേരള പോലീസിന്റെ പുതിയ ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് വ്യക്തമാക്കിയത്. പോലീസിലെ 3-ാം മുറ ഒഴിവാക്കാൻ നേരത്തെ തന്നെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 3-ാം മുറ പോലെ തന്നെ ഇല്ലാതാകേണ്ട ഒന്നാണ് അഴിമതിയെന്നും അദ്ദേഹം പറഞ്ഞു. 3-ാം മുറ പോലെ തന്നെ തീർത്തും ഇല്ലാതാകേണ്ട ഒന്നാണ് അഴിമതി. അത്തരം പ്രവണതകൾ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. അഴിമതിക്ക് വശംവദരാകുന്ന ചിലരെക്കുറിച്ച് ഉയർന്നുവരുന്ന പരാതികൾ അവഗണിക്കാൻ കഴിയുന്നതല്ല. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ നാടിന് ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വേലി തന്നെ വിളവ് തിന്നുന്ന അത്തരമൊരവസ്ഥ നാടിനൊരു തരത്തിലും പൊറുപ്പിക്കാൻ കഴിയുന്നതല്ല. അത്തരം പരാതികളിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. പോലീസ് സേനയിൽ കൊളോണിയൽ കാലത്തെ മർദ്ദനമുറയല്ല ഇന്നത്തെ നാടിനാവശ്യം. ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്കും പോലീസിന്റെ അംഗബലം വർദ്ധിപ്പിക്കുമെന്നും ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിനും സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരള ആംഡ് പോലീസിലെ 3-5 ബറ്റാലിയനുകളിലെ 247 പേരാണ് പുതുതായി പരിശീലനം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലുലു സാരീസും ലുലു ഗോൾഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ബമ്പർ നറുക്കെടുപ്പ് ലുലു സാരീസ് ഷോറൂമിൽ PK ശ്രീമതി MP നിർവഹിച്ചു. നറുക്കെടുത്ത 5 പേർക്ക് 25 പവൻ വീതം കളക്ടർ പീർ മുഹമ്മദ് കൈമാറി. ചെയർമാൻ PP അബ്ദുൾ ഹമീദ്, ലുലു ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജബ്ബാർ, ലുലു സാരീസ് മാനേജിംഗ് ഡയറക്ടർ PK ഹബീബ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
SBT സാഹിത്യ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. SBT സുവർണമുദ്ര പുരസ്കാരത്തിന് M. മുകുന്ദൻ അർഹനായി. മലയാള സാഹിത്യ ലോകത്തിന് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. കവിതാ വിഭാഗത്തിൽ പ്രഭാവർമ്മയുടെ അപരിഗ്രഹം, കഥാവിഭാഗത്തിൽ KP രാമനുണ്ണിയുടെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, ബാലസാഹിത്യത്തിൽ ഡോക്ടർ രാധികയുടെ പണ്ടുപണ്ട് കുഴിയാനകളുടെ കാലത്ത്, സാഹിത്യ നിരൂപണത്തിൽ വത്സലൻ വാതുശ്ശേരിയുടെ പരീക്കുട്ടി എന്ന വാസ്കോഡ ഗാമ എന്നിവ പുരസ്കാരത്തിന് അർഹമായി. മാതൃഭൂമി ഡെയിലിയിലെ നിലീന അത്തോളിക്കാണ് മാധ്യമ പുരസ്കാരം. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നവംബറിൽ നടക്കുന്ന SBT മലയാള സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ജയരാജന്റെ രാജി അന്തസ്സോടെയാണെന്ന് VS അച്യുതാനന്ദൻ. മുൻകാലങ്ങളിൽ പ്രതിഷേധമുണ്ടായിട്ടും രാജിവെക്കാത്തവരുടെ തൊലിക്കട്ടി മറന്നിട്ടില്ലല്ലോ എന്നും VS പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ? കാരണം ഇതിനു മുമ്പുള്ള അഴിമതിക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രക്ഷോഭങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അവനൊന്നും അനങ്ങിയിട്ടില്ലല്ലോ. അവരുടെ തൊലിക്കട്ടിയുടെ വലിപ്പം ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് അന്തസ്സായിട്ട് രാജിവെച്ചൊഴിഞ്ഞില്ലേ? UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി അടക്കം 8 മന്ത്രിമാർ വിജിലൻസ് അന്വേഷണം നേരിട്ടിട്ടും രാജിവെച്ചില്ല. പാമോലിൻ കേസിലാണ് ഉമ്മൻചാണ്ടി വിജിലൻസ് അന്വേഷണം നേരിട്ടത്. അഴിമതി മുതൽ കൈക്കൂലി കേസിൽ വരെ മറ്റു മന്ത്രിമാർ വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം മന്ത്രിമാരായിരുന്ന KM മാണി, K. ബാബു, അടൂർ പ്രകാശ്, MK മുനീർ, അനൂപ് ജേക്കബ്, CN ബാലകൃഷ്ണൻ, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം നടന്നത്. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിന് പേരിലോ കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ അന്വേഷണം നടന്നപ്പോൾ ആരും രാജിവെച്ചിരുന്നില്ല. ബാർ കോഴക്കേസിൽ ദ്രുതപരിശോധനയും പിന്നീട് വിശദ അന്വേഷണവും പുനരന്വേഷണവും നടന്നെങ്കിലും രാജിവെക്കാൻ KM മാണിയോ രാജി ആവശ്യപ്പെടാൻ ഉമ്മൻചാണ്ടിയോ തയ്യാറായില്ല. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണമെന്ന ഹൈക്കോടതി പരാമർശത്തെ തുടർന്നായിരുന്നു മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ബിജു രമേശിന്റെ ആരോപണങ്ങളെ തുടർന്ന് വിജിലൻസ് K. ബാബുവിനെതിരെ അന്വേഷണം നടത്തിയെങ്കിലും രാജിയുണ്ടായില്ല. വിജിലൻസ് കോടതിയുടെ പരാമർശത്തെ തുടർന്ന് K. ബാബു രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവിന് സ്റ്റേ വാങ്ങി മന്ത്രിസ്ഥാനം നിലനിർത്തുകയായിരുന്നു. കൈക്കൂലി കേസ് മുതൽ അഴിമതി കേസ് വരെ അടൂർ പ്രകാശിനെതിരെ ഉണ്ടായി. റേഷൻ ഡിപ്പോ അനുവദിക്കാൻ കോഴ വാങ്ങിയ കേസിലാണ് ആദ്യം വിജിലൻസ് അന്വേഷണമുണ്ടായത്. ഭൂമിദാനം, മിച്ചഭൂമി കേസ്, വിദേശയാത്ര എന്നിവയിലും അന്വേഷണമുണ്ടായെങ്കിലും മന്ത്രിപദം അടൂർ പ്രകാശ് ഒഴിഞ്ഞില്ല. അനൂപ് ജേക്കബിനെതിരെ 2 അന്വേഷണമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത്. രജിസ്ട്രേഷൻ അഴിമതിയിലും ഉപഭോക്തൃ ഫോറങ്ങളിലെ നിയമനങ്ങളിലും അന്വേഷണമുണ്ടായിരുന്നു. റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടിന്റെ പേരിൽ MK മുനീറും കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ CN ബാലകൃഷ്ണനും വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്നു. കളമശ്ശേരിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടതിനെതിരെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസ് അന്വേഷണം നേരിട്ടത്. മന്ത്രിയുടെ ഓഫീസിനെതിരെയും ഗുരുതര അഴിമതി ആരോപണം ഉയർന്നിട്ടും രാജിവെക്കാൻ ഇബ്രാഹിം കുഞ്ഞും തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക്.